കാര്യമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. അതിനുവേണ്ടി നിർഭാഗ്യവശാൽ അവർക്ക് വാസ്തവവിരുദ്ധമായ വ്യാജമായ ഒരു കാര്യം നിരന്തരം പറയേണ്ടി വരുന്നു. അതിലൊന്നാണ് അറബി ഭാഷയിൽ ഇബാദത്ത് എന്നതിന് അനുസരണമുണ്ട് അർത്ഥമുണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ കേരളത്തിൽ ഒരിക്കലും ലിസാൻ അറബ് കണ്ടില്ല. ആ ഡിക്ഷണറി അവിടെ അങ്ങ് ഉമറാബാദ് പോയി നോക്കി. അപ്പോൾ ബോധ്യമായി അതിലൊരിക്കലും ഇബാദത്തിന് അർത്ഥം എന്ന് പറയാൻ പാടില്ല എന്ന്. പക്ഷേ ലിസാൻ അറബ് നോക്കുന്ന ഏതൊരാൾക്കും അറിയാലോ ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥമുണ്ട് എന്ന്. മാത്രമല്ല പ്രമുഖരായ മുജാഹിദ് പണ്ഡിതന്മാർ തന്നെ ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം പറയുകയുണ്ടായി. അതും നമുക്ക് കാണുവാൻ കഴിയും. അള്ളാഹു അല്ലാത്തവരെ അനുസരിക്കാൻ പാടില്ലെന്ന് പൂർവികരായ പണ്ഡിതന്മാർ പറയുകയുണ്ടായി. അള്ളാഹുവിന് മാത്രമേ അടിമത്വം അർപ്പിക്കാൻ പാടുള്ളൂ എന്നും പറയുകയുണ്ടായി. ഇങ്ങനെയെല്ലാം ആയിരിക്കെ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദ് സഹോദരന്മാർ, സുഹൃത്തുക്കൾ, ഈ കുതർക്കം, ഈ ചോദ്യം ഉന്നയിക്കുന്നത്. അടിമത്തത്തെക്കുറിച്ചും ഇതേ കാര്യം ചോദിക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വൽസമക്ക് അടിമകളുണ്ടായിരുന്നില്ലേ? അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ അതേ നബി തിരുമേനിക്ക് അടിമകളുണ്ടായിരുന്നില്ലേ? സഹാബികൾക്ക് അടിമകളുണ്ടായിരുന്നില്ലേ? എന്നെല്ലാം യഥാർത്ഥത്തിൽ അവർ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായും പറയേണ്ടി വരുന്നു, പരമമായ അടിമത്വം, അങ്ങേറ്റത്തെ അടിമത്വം, അതിരുകളില്ലാത്ത ആത്യന്തികമായ അടിമത്വം അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്ന്. അപ്പോൾ ചോദിക്കും, ഇത് നിങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? ഇതിപ്പോൾ കൂട്ടിച്ചേർത്തതല്ലേ? മുമ്പ് പറഞ്ഞിട്ടില്ല. കാരണം മുമ്പ് ഇങ്ങനെ കുതർക്കികളായ ആളുകൾ ഉണ്ടായിരുന്നില്ല ലോകത്ത്. അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരാത്തത് എന്ന കാര്യം സന്ദർഭത്തിൽ പ്രത്യേകമായി ഉണർത്തേണ്ടതും. യഥാർത്ഥത്തിൽ ഇത് തന്നെ മുജാഹിദ് സഹോദരന്മാർക്ക് സംഭവിച്ചു. ആരാധന എന്നൊരു മലയാള പദമാണ്. ആരാധന എന്ന മലയാള പദത്തിനർത്ഥം ബഹുമാനം, സ്നേഹം, ആദരവ് എന്നൊക്കെയാണ്. അതുകൊണ്ട് മലയാളത്തിൽ പ്രേം നസീറിൻ്റെ ആരാധകരെന്ന് പറയാറുണ്ട്. അതുപോലെ ആരാധ്യനായ അധ്യക്ഷൻ എന്ന് പറയാറുണ്ട്. ചില ടൂറിസ്റ്റ് ഹോമിന് പോലും ആരാധന ടൂറിസ്റ്റ് ഹോം പേരുണ്ട്. അപ്പോൾ ആരാധന എന്ന മലയാള പദത്തിന് അത്രയേ അർത്ഥമുള്ളൂ. പക്ഷേ ആ ആരാധന എല്ലാവരോടും ആകാമല്ലോ, ബഹുമാനം എല്ലാവരോടുമാകാം. അതുകൊണ്ടാണ് ആരാധനയ്ക്ക് തന്നെ ഒരു പ്രത്യേകമായ വ്യാഖ്യാനം നൽകുവാൻ മുജാഹിദ് സഹോദരന്മാർ നിർബന്ധിതരായത്. ആരാധ്യൻ എന്ന് വെച്ചാൽ മറഞ്ഞ വഴിയിൽ ഗുണം ആശിക്കുകയോ ദോഷം പേടിക്കുകയോ ചെയ്യുക മൂലം വന്ദിക്കുവാനും ബഹുമാനിക്കുവാനും തരപ്പെട്ടവൻ എന്നാണല്ലോ. അങ്ങനെ ആരാധ്യൻ്റെ പത്തനർത്ഥയില്ല. നിങ്ങൾ മലയാളത്തിലെ ഏത് ഡിക്ഷണറി എടുത്ത് നോക്കൂ, ഏത് മലയാള സാഹിത്യകൃതി എടുത്തു നോക്കൂ, അതിൽ ആരാധ്യൻ എന്ന് വെച്ചാൽ മറഞ്ഞ വഴിയിൽ ഗുണം നാശിക്കുകയോ ദോഷം പേടിക്കുകയോ ചെയ്യുക മൂലം വന്ദിക്കുവാനും ബഹുമാനിക്കുവാനും തരപ്പെട്ടവൻ എന്നൊരർത്ഥമുണ്ടോ? എവിടെയും കാണുക സാധ്യമല്ല. തനിക്ക് തോന്നിയ അർത്ഥമൊക്കെ മലയാളത്തിലെ പദത്തിൽ വെച്ച് കെട്ടിയാൽ അത് അവരെ അംഗീകരിക്കുള്ളൂ, മലയാള ഭാഷയിൽ ആരും അംഗീകരിക്കുകയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇസ്ലാമിക സാങ്കേതിക പദം ഉപയോഗിച്ച് ആരാധ്യൻ എന്ന് പറയുമ്പോൾ ഇത് ചേർക്കേണ്ടതുണ്ട്. അതതിൻ്റെ വിശദീകരണമാണ്. അത് ഇസ്ലാമിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധ്യനാണെന്ന് പറയുമ്പോൾ ചേർക്കേണ്ടി വരുന്ന കാര്യമാണ്. എന്ത്? മറഞ്ഞ വഴിയിലൂടെ, അല്ലെങ്കിൽ ഗൈബിയായ മാർഗത്തിലൂടെ, അല്ലെങ്കിൽ അഭൗതികമായ മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിച്ചും ദോഷം ഭയപ്പെട്ടുകൊണ്ടും ചെയ്യുന്ന ബഹുമാനവും ആദരവും വന്ദനയുമാണ് ആരാധന എന്ന് പറയേണ്ടി വരുന്നത്. അപ്പോഴാണ് ഇവിടെ മറഞ്ഞ വഴി എന്ന് പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടെന്നാൽ തെളിഞ്ഞ വഴിയിൽ കൂടിയുള്ള ഗുണം ആശിക്കുകയും ദോഷം ഭയപ്പെടുകയും ചെയ്യുക മൂലം എത്ര തന്നെ ബഹുമാനിച്ചാലും ആരാധന ആവുകയില്ല. സൽസബീൽ പുസ്തകം 2 ലക്കം 1 പേജ് 5. ഇവിടെ ആരാധന എന്ന മലയാള പദത്തിന് പോലും പുതിയ അർത്ഥവും പുതിയ വ്യാഖ്യാനവും നൽകേണ്ടി വരികയാണ് ചെയ്തത്. ഇത് യഥാർത്ഥത്തിൽ ഒരിക്കലും ആവശ്യമുള്ള കാര്യമല്ല, ഇത് വേണ്ടിയിരുന്നൊരു കാര്യമല്ല, ഇത് ചെയ്യേണ്ട ഒരു കാര്യവുമല്ല. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരർത്ഥം ആരാധനയ്ക്കില്ല എന്നർത്ഥം. മലയാളത്തിലൊരർത്ഥമില്ല. പക്ഷേ ഇസ്ലാമിലെ സാങ്കേതിക പദത്തെ വിശദീകരിക്കുമ്പോൾ ഇങ്ങനെ വേണ്ടി വരുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഗതികേടിലാണ് മുജാഹിദ് സഹോദരന്മാർ അകപ്പെട്ടു പോയത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒരു കാര്യവും കൂടി പറയട്ടെ. ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുവാൻ വേണ്ടിയുള്ള ബദ്ധപ്പാടിനിടയിൽ ബഹുമാന്യരായ മുജാഹിദ് പണ്ഡിതന്മാർക്ക് വളരെയേറെ വാസ്തവവിരുദ്ധമായ കാര്യം പറയേണ്ടി വന്നു. അതിൽപ്പെട്ട ഒന്നാണ് ഇമാം റാസിയുടെ പേരിൽ വ്യാജമായ ആരോപണം നടത്തേണ്ടി വന്നത്. വിമർശകന്മാരായ ആളുകൾ എഴുതുന്നു, ഇമാം റാസി ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥമാണെന്ന് പറഞ്ഞിട്ടില്ലെന്നതിന് അദ്ദേഹത്തിൻ്റെ തഫ്സീർ തന്നെ മതിയായ സാക്ഷിയാണ്. ഖുർആനിലെ അവസാന അധ്യായങ്ങളിൽപ്പെട്ട സൂറ ബയ്യിനത്തിൻ്റെ തഫ്സീറിൽ ഇത് സംബന്ധമായ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഗണ്യതമായി എഴുതിയിട്ടുണ്ട്. ഇബാദത്ത് എന്നതിന് ആരെങ്കിലും, എന്നിട്ട് എന്തായിരുന്നു പറയട്ടോ, ഇബാദത്ത് എന്നതിന് ആരെങ്കിലും അനുസരണം എന്ന അർത്ഥം കൽപ്പിക്കുന്ന പക്ഷം അവൻ അബദ്ധം പറഞ്ഞു എന്നിപ്രകാരമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറഞ്ഞത്? ഇബാദത്ത് എന്നതിന് ആരെങ്കിലും അനുസരണം എന്ന അർത്ഥം കൽപ്പിക്കുന്ന പക്ഷം അവൻ അബദ്ധം പറഞ്ഞു എന്നിപ്രകാരമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സൽസബീൽ പുസ്തകം 1 ലക്കം 11 പേജ് 32. ഇതാണ് യഥാർത്ഥത്തിൽ തഫ്സീറുർ റാസി. ഇതാണ് ഫഖ്റുദ്ദീൻ റാസിൻ്റെ തഫ്സീർ. ഈ തഫ്സീറിൽ ഇമാം റാസി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് യഥാർത്ഥത്തിൽ ഇമാം റാസിയുടെ പേരിൽ വാസ്തവവിരുദ്ധമായ കാര്യം പറയുകയാണ് ഉമർ മൗലവി സാഹിബ് ചെയ്തത്.
തെറ്റായ അർത്ഥം നൽകുകയാണ് ചെയ്തത്. എന്താണ് ഇമാം റാസി പറഞ്ഞത്? ഒമൻ സഅമ അന്നഹ അത്വാ ഫഖദ് അഖ്താ. ഇബാദത്ത് എന്നാൽ ത്വാഅത്താണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അയാൾ അബദ്ധം പറഞ്ഞു. ഇബാദത്ത് എന്നാൽ ത്വാഅത്താണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അയാൾ അബദ്ധം പറഞ്ഞു എന്നാണ്. ഇബാദത്ത് എന്നതിന് അനുസരണം ത്വാഅത്ത് എന്ന അർത്ഥം സങ്കല്പിച്ചാൽ അയാൾ അബദ്ധം പറഞ്ഞു എന്ന് ഉമർ മൗലവി സാഹിബ് ഇതിന് പരിഭാഷ നൽകിയത് തെറ്റാണ്, കൃത്രിമമാണ്, വ്യാജമാണ്. കാരണം ഇബാദത്തിൻ്റെ 3 അർത്ഥങ്ങളിൽ ഒന്നാണ് യഥാർത്ഥത്തിൽ അനുസരണം എന്നത്. ഇക്കാര്യം നമുക്കൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. വിദ്യാർത്ഥികളും അധ്യാപകരും കെട്ടിടവും അധ്യാപനവും അധ്യയനവും എല്ലാ വിദ്യാഭ്യാസത്തിൻ്റെ സകല സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഒരു സ്കൂൾ. സ്കൂൾ എന്നാൽ വിദ്യാർത്ഥികളാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അബദ്ധമാണെന്ന് പറഞ്ഞാൽ തീർത്തും ശരിയാണ്. സ്കൂൾ എന്നാൽ കെട്ടിടമാണെന്ന് പറഞ്ഞാൽ അത് അബദ്ധമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തീർത്തും ശരിയാണ്. കാരണം കെട്ടിടവും വിദ്യാർത്ഥികളും അധ്യാപകരും പാഠ്യപദ്ധതിയും സ്കൂൾ നടത്തിപ്പിൻ്റെ സംവിധാനവും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് സ്കൂൾ. അത് തന്നെയാണ് ഇബാദത്തെ സംബന്ധിച്ചിടത്തോളം. ആരാധനയും അനുസരണവും അടിമവേലയും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഇബാദത്ത്. അതുകൊണ്ട് ഇബാദത്ത് എന്നാൽ അത് അനുസരണമാണ്, ത്വാഅത്ത് ആണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ അബദ്ധം പറഞ്ഞു എന്നാണ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ലിഅന്ന ജമാഅത്തൻ അബദു അൽ മലായികത. ഒരു സംഘം ആളുകൾ മലക്കുകളെ ആരാധിച്ചു. വൽ മസീഹ, മറ്റൊരു സംഘം യേശുവിനെ ആരാധിച്ചു. വൽ അസ്നാമ, വിഗ്രഹങ്ങളെയും അവർ ആരാധിച്ചു. അവർ ഇബാദത്ത് ചെയ്തു. പക്ഷേ ഒമാ അതാഉഹും, എന്നാൽ അവരാരും മലക്കുകളെ അനുസരിച്ചിട്ടില്ല, ഈസാ അലൈഹിസ്സലാമെ അനുസരിച്ചിട്ടില്ല, വിഗ്രഹങ്ങൾ അനുസരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇബാദത്ത് എന്നാൽ അനുസരണം എന്നാരെങ്കിലും അർത്ഥം പറഞ്ഞാൽ എന്നാൽ ഇബാദത്ത് എന്നാൽ അനുസരണമാണെന്ന് ആരെങ്കിലും വാദിച്ചാൽ, അർത്ഥം പറഞ്ഞാൽ എന്നല്ല പറഞ്ഞത്, ഒമൻ സഅമ, ആരെങ്കിലും വാദിച്ചു അന്നഹ അത്വാ, ഇബാദത്ത് എന്നാൽ ത്വാഅത്താണെന്ന് ആരെങ്കിലും വാദിച്ചാൽ അത് തെറ്റാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്താ ഇമാം റാസി അവിടെ തന്നെ പറഞ്ഞത്? വലാകിൻ ഫിശ്ശറ, എന്നാൽ ഇസ്ലാമിക ശരീഅത്തിൽ സ്വാറത്ത് ഇബാദത്ത് എന്ന പദം ആയിരിക്കുന്നു ഇസ്മൻ ലികുല്ലി ത്വാഅത്തില്ല, അള്ളാഹുവിനുള്ള എല്ലാ അനുസരണത്തുമുള്ള പേരായിരിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവം? ഇബാദത്ത് എന്ന ഇസ്ലാമിക ശരീഅത്തിൽ അള്ളാഹുവിനുള്ള എല്ലാ അനുസരണത്തുമുള്ള പേരായി മാറിയിരിക്കുന്നു. അതിന് കാരണം എന്താ? അള്ളാഹുവിനെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ. ഇബാദത്ത് എന്ന പദത്തിൻ്റെ 3 അർത്ഥങ്ങളിൽ ഒന്നാണ് ഇതാഅത്ത്, അനുസരണം എന്നത്. ഇബാദത്ത് എന്നാൽ ഇതാഅത്താണെന്ന് ജമാഅത്ത് ഇസ്ലാമി ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇബാദത്തിൻ്റെ 3 അർത്ഥങ്ങളിൽ ഒന്നാണ് ഇതാഅത്ത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനെതിരായ ഒരു കാര്യവും തഫ്സീർ റാസിയിൽ കാണുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ബഹുമാന്യനായ ഉമർ മൗലവി സാഹിബ് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാൻ വേണ്ടി ഇമാം റാസിയുടെ പേരിൽ വ്യാജം ആരോപിക്കുകയും കെട്ടിച്ചമക്കുകയുമാണ് ചെയ്തത്. ഇത് മുജാഹിദ് സഹോദരന്മാർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഗുരുതരമായ അബദ്ധമാണ്. അതവർ തിരുത്തുവാൻ യഥാർത്ഥത്തിൽ ബാധ്യസ്ഥരാണ്. ഇനി യഥാർത്ഥത്തിൽ ഇമാം റാസി തന്നെ ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ഉമർ മൗലവിക്ക് അറിയുമായിരുന്നില്ലേ? അറിയുകയില്ലായിരുന്നു, നിങ്ങൾ അദ്ദേഹത്തിന് പറയാമായിരുന്നു. ഉമർ മൗലവി സാഹിബിന് ഇത് അറിയാമായിരുന്നു. ഉമർ മൗലവിക്ക് അറിയാമായിരുന്നു. എന്തറിയാമായിരുന്നു? ഇബാദത്തിന് അനുസരണമെന്ന് ഇമാം റാസി അർത്ഥം പറഞ്ഞിട്ടുണ്ടെന്ന് ഉമർ മൗലവി സാഹിബിന് അറിയാമായിരുന്നു. തന്നെയാണ് അദ്ദേഹം ഈ കൃത്രിമം കാണിച്ച് വ്യാജം കാണിച്ചത് എന്നതാണ് ഏറെ ദുഃഖകരമായ ഖേദകരമായ വസ്തുത. എന്താണ് ഉമർ മൗലവി സാഹിബ് എഴുതുന്നു? എന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇബാദത്തിന് അനുസരണം എന്ന് അർത്ഥം ഉറപ്പിക്കാം ഏറ്റവും വലിയ പ്രമാണമായി എടുത്തു കാണിക്കുന്നത് ഇമാം റാസിയുടെ വാക്കുകളാണ്. അങ്ങനെയുള്ള ചില അബദ്ധങ്ങൾ ഇമാം അവറുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വലിയ മഹാൻ തന്നെ, പക്ഷെ ഈ പറഞ്ഞത് മഹാ തെറ്റാണ്. സെൽസബിയിൽ പുസ്തകം 2 ലക്കം 8 പേജ് 45-46. എന്താ സംഭവം? ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഇബാദത്ത് എന്നതിന് അനുസരണം എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ട് എന്ന് ഉമർ മൗലവി സാഹിബ് സമ്മതിക്കുന്നു. അദ്ദേഹം മഹാപണ്ഡിതനാണ്, പക്ഷെ അനുസരണം എന്ന അർത്ഥം പറഞ്ഞത് തെറ്റാണെന്നാണ്. അതേ ഉമർ മൗലവി സാഹിബ് തന്നെ പറയുന്നു മൗദൂദിക്ക് മുമ്പ് ആരും അനുസരണം എന്ന അർത്ഥം പറഞ്ഞിട്ടില്ല എന്ന്. ഇതിനെക്കുറിച്ച് പ്രിയമുള്ള സഹോദരിമാരെ എന്താ മനസ്സിലാക്കേണ്ടത്? ഇബാദത്ത് എന്നതിന് അടിമത്തമെന്ന് അർത്ഥം മുമ്പ് ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അത് നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ എടുത്തു കാണിച്ചു. ഉമർ മൗലവി സാഹിബ് പോലും ഗുലാം അഹമ്മദി എന്നത് ഷിർക്കിൻ്റെ നാമാതാവാണ് എന്ന് പറയുക വഴി അദ്ദേഹം തന്നെ അക്കാര്യം സമ്മതിച്ചു. ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഇബാദത്ത് എന്നതിന് അനുസരണം എന്ന് ആരും അർത്ഥം പറഞ്ഞിട്ടില്ല എന്ന് ഉമർ മൗലവി സാഹിബ് പറഞ്ഞു. ഭാഷയിൽ അർത്ഥമില്ലെന്ന് പറഞ്ഞു, ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അതേ ഉമർ മൗലവി സാഹിബ് തന്നെ പറയുന്നു ഇമാം റാസി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
അദ്ദേഹത്തിന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, അദ്ദേഹം ആള് മഹാനാണ്, പക്ഷേ ഇബാദത്തിന് അനുസരണം എന്ന് പറഞ്ഞ് തെറ്റാണ് എന്ന്